പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിഷു ആഘോഷം കെങ്കേമമാക്കണം എന്നുള്ള തീരുമാനത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ചിന്താമണിയും കൂട്ടരും. ഇതേ തുടർന്ന് എന്തായാലും വിഷുക്കാഴ്ച ഇപ്രാവശ്യം അടിപൊളിയാകണം എന്ന് വിചാരിച്ച് മുന്നിലേക്ക് കടന്ന് വരികയാണ് സൂരജ്. കണി കാണുന്നതോ മീനുവിനെ. ഇതോടെ സൂരജാകെ ഞെട്ടിപ്പോവുകയാണ്. മീനുവിനെയാണല്ലോ ഞാൻ കണി കണ്ടത്, അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൊല്ലം നശിച്ചത് തന്നെ. ഇതിലും വലിയ ഒരു ദുരന്തം ഇനി എൻ്റെ ജീവിതത്തിൽ വന്നു സംഭവിക്കാനില്ല. മാരണം കടന്നു കയറി വന്ന സമയം കണ്ടില്ലേ? ഇത് കേട്ടതിനെ തുടർന്ന് മീനു, ഞാൻ മനഃപൂർവ്വം വന്നതൊന്നുമല്ല, കണി അവിടെ താഴെയാണല്ലോ, നിങ്ങളെന്തിനാ എന്നെ നോക്കിയത്? ഞാൻ പറഞ്ഞോ എന്നെ നോക്കാൻ? വെറുതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് മീനു പറഞ്ഞതിനെ തുടർന്ന് മുത്തശ്ശി, ഈ വിഷുക്കാലത്ത് ഒരു തല്ലുകൂട്ടം വേണ്ട, മതി, നിർത്ത്. മോളിങ് വാ. എന്താ മോളെ വിഷുവായിട്ട്? ഇതോടെ കാര്യങ്ങളെല്ലാം പറയുന്നതിനായി വരുന്ന മീനു, ഞങ്ങളുണ്ടാക്കിയ പായസമാണ്, അത് കുറച്ച് ഇവിടെ തരണമെന്ന് തോന്നി, അതിനാണ് ഇവിടേക്ക് വന്നത് മുത്തശ്ശി. നന്നായി മോളെ, നീ ഇത് കൊണ്ടുവന്നത് നന്നായി. എന്തായാലും നീ ഇവിടെ നിൽക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. വിഷു ആഘോഷമല്ലേ, നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. എന്തു പറയുന്നു? ഇത് കേട്ടതിനെ തുടർന്ന് മീനു, മുത്തശ്ശി പറഞ്ഞതല്ലേ, എന്തായാലും എതിർക്കാൻ നിൽക്കുന്നില്ല. കാര്യങ്ങൾ മുത്തശ്ശിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. വിഷു ആഘോഷം കെങ്കേമമാകണം, അതുതന്നെയാണ് ഞങ്ങൾക്കും ആഗ്രഹം. ഒരുമിച്ച് എന്തായാലും ആഘോഷിക്കാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല മുത്തശ്ശി. എന്തായാലും കാര്യങ്ങൾ തുടങ്ങുകയല്ലേ. ഇതേ തുടർന്ന് പടക്കം പൊട്ടിക്കലും മറ്റു കാര്യവുമായി മുന്നിലേക്ക് പോവുകയാണ് മീനുവും കൂട്ടരും. എന്നാൽ സൂരജാകട്ടെ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ്. എനിക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല മുത്തശ്ശി, ഞാൻ എന്തായാലും ലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ മുത്തശ്ശി എന്നെ വിളിച്ചാൽ മതി. അത് പറ്റില്ല, നീ ഇവിടെ തന്നെ വേണം, അത് എൻ്റെ വാക്കാണ്. നിനക്ക് അത് ലംഘിച്ചു പോകണമെങ്കിൽ പോകാം. ഇതോടെ സൂരജാകെ പെട്ടുപോകുന്നു. പക്ഷേ മീനുവാണ് എല്ലായിടത്തും മെയിനാകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ചിന്താമണിക്ക് ദേഷ്യം കൂടിയിരിക്കുകയാണ്. വിഷുക്കണി തന്നെ അവളെയാണ് കണ്ടത്, ഇനി എല്ലാത്തിനും അവൾ മതി എന്നുള്ള മുത്തശ്ശിയുടെ മനോഭാവവും ശരിയല്ല. ഇതിനെല്ലാം ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ. അതിന് എന്ത് ചെയ്യണം? ഈ മീനുവിൻ്റെ ഇങ്ങോട്ടുള്ള വരവ് നിർത്തിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യണം എന്ന് ചിന്താമണി ഉറപ്പിക്കുമ്പോഴാണ് ചിന്താമണിയുടെ അടുത്തേക്ക് മീനു വരുന്നത്. ചിന്താമണി, വാ, നമുക്ക് പടക്കമെല്ലാം പൊട്ടിച്ച് ആഘോഷിക്കാം, വാന്നേ. ഇതോടെ ചിന്താമണി തൻ്റെ അഭിനയം തുടങ്ങുകയായി. ആ എന്ന് പറഞ്ഞ് കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് ചിന്താമണി. പക്ഷേ ചിന്താമണിയുടെ മനസ്സിൽ ദേഷ്യം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ഇവളെ ഓടിപ്പിക്കണം എന്ന് ചിന്താമണി ചിന്തിക്കുമ്പോഴാണ് സൂരജ് അവിടേക്ക് കടന്നു വന്ന് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇതിനിടയിൽ സൂരജുമായി ഡാൻസ് ചെയ്തുകൊണ്ട് ആഘോഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് സ്വപ്നം കാണുകയാണ് മീനു. എന്തുപറ്റി? ഇങ്ങനെയൊന്നും തനിക്ക് സംഭവിക്കാത്തതാണല്ലോ, എന്തോ ഒരു മാറ്റം അത് തനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന മീനു ഇതേ തുടർന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനിടയിലാണ് ശിവരഞ്ജിനിയും വിഷു ആഘോഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യത്തെ വിഷു അതീവ ഗംഭീരം തന്നെ ആക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത്.
പക്ഷേ ഇതേ തുടർന്ന് വിഷുവിനുള്ള മറ്റൊരു തിരിച്ചടി സൂരജിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ശിവരഞ്ജിനിക്ക് മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ശിവരഞ്ജിനിയുടെ ആ പദ്ധതി ഇതേ തുടർന്നാണ് പാളിപ്പോകുന്നത്. ഇതോടെ ശിവരഞ്ജിനിയാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.